ഒരു 25 കൊല്ലം 30 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഓണക്കാസറ്റുകൾ തുടങ്ങിയ കാലം, അത് കുറച്ചുനാൾ ദിലീപേട്ടനാണ് അനുകരിച്ചത്. അതിനുശേഷം ഈ ഓണക്കാസറ്റുകളിൽ എത്രയും മാവേലിയുടെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദമാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീഡായി പോയി. കാരണം മാവേലി ഒരു മിത്തോ കഥയോ ഐതിഹ്യമോ ഒക്കെയാണ്, നമുക്കറിയില്ല. പക്ഷെ അതിനൊരു ശബ്ദമുണ്ടായത് പിന്നീട് ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദമാണ് മലയാളികൾക്ക് മുഴുവൻ കേട്ടത്. അങ്ങനെ എത്രയോ വർഷം തുടർച്ചയായി നമ്മളിപ്പോ മാവേലി എന്ന് പറഞ്ഞ ഇന്നസെന്റ് ഏട്ടന്റെ രൂപമാണ് വരുന്നത്. ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം അത്രയധികം മണിക്കൂറുകൾ അനുകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും. ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗംഭീരമായി, ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം അതിഗംഭീരമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ ജോഷി. ബാബുചേട്ടൻ മോശൻ അറിയാലോ, ജോഷി ചേട്ടൻ നിങ്ങൾ നാട്ടുകാരനും കൂടെയാണ്, ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. ഇരിങ്ങാലക്കുട കോണത്തുംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോഷി ചേട്ടൻ വരുന്നത്. എത്രയോ കാസറ്റുകളിൽ എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? 97 ഓണക്കാസറ്റ് തൊട്ട്, അതും ഈ ദേമാവലിയും 10 ഓണത്തിണക്കി പുട്ടുവെച്ചോടും 2 കാസറ്റുകളാണ്. ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത്, അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത ഒരേ ഒരാൾ ജോഷി ചേട്ടനാണ്. കാരണം 2 സ്ഥലത്ത് ഇത് ചെയ്യാൻ അധികാരവും പോകാനും ഉണ്ടായിരുന്ന ഒരേ ഒരാൾ. ഇന്നസെന്റ് ഏട്ടൻ ഒഫീഷ്യലി എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ജോഷി. അതെ, ഒഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ്. ഈ ദേമാവലി കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് നമ്മുടെ സൈമൺ ജയ നവോദയ ഒന്നും ഉടക്കി. അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ പുട്ടുകച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇന്നസെന്റ് ഏട്ടൻ ആദ്യമായിട്ട് പുട്ടുകച്ചവടം ചെയ്തു. അന്നത്തെ ആ കാസറ്റാണ് ഫ്ലോപ്പായ കാസറ്റ്. അല്ല, അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, അന്ന് ജോഷി ചേട്ടനും അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു. കാസറ്റ് കച്ചവടത്തിൽ കാസറ്റുകാർക്ക് ഇത്തിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു. ആ കൊല്ലമാണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞത്. കാരണം കാസറ്റിലെ ശബ്ദം ജോഷിച്ചേട്ടന്റെ ശബ്ദം കേട്ട് കേട്ട് നിൽക്കുന്ന ബിൽഡപ്പിന് വ്യത്യാസമുണ്ട്. അത് വേറൊരു പേസ് ആണ്. ഇന്നസെന്റ് ഏട്ടൻ ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ അത്ര ആ പേസ് കിട്ടത്തില്ല. അദ്ദേഹം എക്സാജറേഷൻ വരുമ്പോഴാണ് ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട് കാസറ്റ് ചെയ്യുന്നതിന്. ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ ഒരു എക്സാജറേഷനിൽ വരുമ്പോഴാണ്. അത് മാത്രമല്ല, പിന്നെ പുട്ടുകച്ചവടം ചെയ്തപ്പോ എന്നെ വിളിച്ചു. ഇന്നസെന്റ് ഏട്ടൻ ഒറിജിനൽ ചെയ്യുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, നീ ആ വലിയ കയറ്റിയെടുക്കുന്ന ഒരു സാധനമില്ലേ, എൻ്റെ അമ്മ ആ സാധനം ഒന്ന് പഠിപ്പിച്ചേ, ആ ചിരിക്കൊന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചതെന്നാ ഞാൻ ഇതുകൊണ്ട് ഇന്നസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോയിലിരുന്ന് ജോഷി ചേട്ടൻ പറഞ്ഞു കൊടുക്കും, ചേട്ടാ അവിടെ എന്റെ അമ്മേ എന്ന് പറയുമ്പോ അദ്ദേഹം അത് കേട്ട് ചെയ്യേണ്ട പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്. ജോഷി ചേട്ടാ, നമ്മള് ജോഷി ചേട്ടന്റെ ഓർമ്മകളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാവുന്നതാണെങ്കിലും നമുക്ക് ആദ്യം ഇന്നസെന്റിന്റെ 2 ശബ്ദം ജോഷി ചേട്ടനിൽ നിന്ന് കേൾക്കാം. അത് കേട്ടാലേ അത് പൂർത്തിയാകുന്നുള്ളൂ. ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നുന്നു, ഈ മുകേഷ് ആണെങ്കിലും ബാബു ഒക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ചില ആളുകളുടെ ചിരിയാണ് ഇതുപോലെ കഥ പടച്ചു വിടാൻ ഇതുപോലൊരാള് വേറെ ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അത് പറയാൻ കാരണം, ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമ മുകേഷ് ഏട്ടൻ തകർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇന്നസെന്റ് ഏട്ടനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം, ഇന്നസെന്റ് ഏട്ടൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത്. ജോഷിയാണ് ഡബ് ചെയ്ത് ഞാനത് ആർക്ക് പറഞ്ഞോളൂ. ഇപ്പോഴായിരിക്കും ചിലപ്പോ അറിയാൻ പോകുന്നത്. അത്ര പെർഫെക്റ്റ് ആയിരുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മനസ്സിലാകാത്ത ഒരു നമ്മുടെ ലാസ്റ്റ് സിനിമ, അതും മനാർമത്തായി കൂടെ വന്നിട്ട് പിന്നെ എത്രയോ സിനിമകൾ ചെയ്തു. ലാസ്റ്റ് സിനിമ അദ്ദേഹം എൻ്റെ കൂടെ പോവായിരുന്നു, അതും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണെന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇവരൊരു സിനിമ വിളിക്കുന്നുണ്ടല്ലോ, നീയും ഉണ്ടല്ലോ അതിനകത്ത്, ബാംഗ്ലൂരുമൊക്കെ പോകണമെന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്ങിന്. ഞാൻ ഇല്ലടാ. ഞാൻ പറഞ്ഞ്, തീരെ വയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷേ ചേട്ടനത് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ചേട്ടനാണ് അതിൻ്റെ അതോറിറ്റി. ബാംഗ്ലൂരൊക്കെ ആര് ചേച്ചി എല്ലായിട്ട് നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നത്. അങ്ങനെ ഒരു
നിർബന്ധത്തോടുകൂടി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അത് ലാസ്റ്റ് പടമാണെന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതും അങ്ങനെ ഒരു നിമിത്തം വന്നു. അത് ഇത് പറയാൻ മടിയില്ലായ്മ എനിക്ക് വീണ്ടും ഒരു അനുഭവമുണ്ട്. ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിൽ അപ്പം ഡെയിലി പേയ്മെന്റ് ആണല്ലോ ഒരു ആർട്ടിസ്റ്റിന്. ചെറിയ ചെറിയ വേഷങ്ങൾ ആണ് വരുന്നതെങ്കിൽ ഒരു സിനിമ Character പേയ്മെന്റ്, ക്യാരക്ടർ വേഷം ആകുമ്പം ഒരു ദിവസം ഇത്ര രൂപ, അങ്ങനെ ഇത്ര ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നസെന്റിനെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് 2 ദിവസമാണ് അദ്ദേഹത്തിന്റെ വേണ്ടത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു 2 ദിവസം ഇതിപ്പോ ഞാനൊന്ന് നോക്കട്ടെ, ഇതിന്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞ അവസാനം 2 ദിവസം എനിക്ക് പിറ്റേന്നൊരു തിരക്കുണ്ട്, ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് തന്നു. ഫസ്റ്റ് ദിവസം ഒരു ഉച്ചയായപ്പോൾ ഞാൻ മടക്കേന്ന് പറഞ്ഞ് എടുത്തു തീർത്തിട്ട് ഇന്നസെന്റിനോട് പറഞ്ഞു, ചേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്തോ ഫംഗ്ഷൻ ഉണ്ട് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനത് ടെൻഷനില്ല. അപ്പൊ എന്റെ വിചാരം എനിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ചേട്ടന്റെ സീൻ ഞാൻ എടുത്ത് തീർത്ത് ചേട്ടനെ ഫ്രീ ആക്കും എന്ന് പറഞ്ഞു. പതുക്കെ എന്നെ വിളിച്ചിട്ട് എടാ തിരക്കുണ്ടെന്നൊക്കെ പറയാത്ത ആരല്ല നീ, ഇതും കേട്ടുകൊണ്ട് നാളത്തെ ഷൂട്ടിംഗ് മാറ്റി വെച്ചാല് ഒരു ദിവസം പോയി. ഞാൻ എന്റെ ഒരു ദിവസം പോയില്ലേ, ഞാൻ അത് പറഞ്ഞിട്ടില്ലേ പൈസ പറഞ്ഞിട്ടിരിക്കണേ, നീ പതുക്കെ എടുത്താൽ മതി, 2 3 10 ദിവസം എടുത്തു, വെറുതെ ആവശ്യമില്ലാതെ തീർത്ത് മിടുക്കനാവാൻ നിൽക്കണ്ടെന്ന് മാറ്റി നിർത്തി പറഞ്ഞിട്ടുള്ളൂ. ഈ കഥ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് അപ്പം ഭയങ്കര ചതിയാടാ ചെയ്തേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി പറയും, ഇതിങ്ങനെ പലതും പറയും, നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജോർജ് ചേട്ടൻ ഒന്ന് ഇന്നസെന്റിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനപ്പുറം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ? എന്റെ ഈശ്വര, ഞാൻ വന്നു, ഈ ഓണത്തിന് വന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു. ആരെവിടെ, എന്താ അവിടെ പ്രശ്നം? മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല. ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം. ബാബുവിനെ കാണാൻ സാധിച്ചു, മുകേഷിനെ കാണാൻ സാധിച്ചു, പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാരടിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം. ഈ ഇന്നസെന്റ് ഏട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പം സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ. ശരിയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെന്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു കേട്ടോ. അത്രമാത്രം കഥകളും. അല്ല, അത് ഭാവിച്ചേട്ട കഴിവില്ലാത്തതായിരിക്കില്ല, താല്പര്യമില്ലാത്ത. അല്ല, ഒരു ഘട്ടത്തിൽ അല്ലേ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായി. ഇപ്പൊ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. അത് പഠിപ്പിലേക്ക് എനിക്ക് അതിലൊരു 4 പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. കാരണം എന്നോടുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക്. കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറൈറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ്, ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് ഒളി കണ്ണിട്ടൊന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ. പുള്ളി വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുള്ളി ഫോണ്, അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ലോകത്തൊറ്റ നമ്പർ പുള്ളിക്ക് കാണാപ്പാടാറ്. പുള്ളി നമ്പർ പുള്ളിക്കാരില്ല, വീട്ടിലെ നമ്പർ, എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാ. കാരണം മറ്റുള്ളവർക്ക് എന്ത് പുലിവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി. പലപ്പോഴും പുലിവാലാണായിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ ഈ നമ്പർ പുള്ളി എടുത്ത് ഡയൽ ചെയ്തിട്ട് പുള്ളി ചോദിച്ചു. അപ്പോൾ 4:30 മണിക്ക് 5 മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു, അത് വെച്ചു, ആൻസർ കിട്ടി, പുള്ളി ഫോൺ വെച്ച് കിടന്നു. അപ്പോൾ രാവിലെ അന്ന് ഇന്നസെൻ്റ് അടുത്ത് ലേറ്റ് ആയിട്ട് എനിക്ക്. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചാടാ, ഇന്ന ഇടവേള വിളിച്ചതാ. അല്ല, എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും, എനിക്കതിൻ്റെ ആൻസറും കിട്ടി, ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം പല മീറ്റിങ്ങുകൾക്ക് അറിയാം, പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിംഗ് പോയിട്ട് നല്ല ഫൈറ്റുള്ള സമയം ആ സമയത്ത്. അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോണേ. പക്ഷെ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റ് ഉണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കിയാൽ ഇന്നസെൻ്റ് മനസ്സിലായത് കുഴപ്പമാണെന്ന് മനസ്സിലാവും. നമ്മൾ പറയുന്നില്ല, ചിരിച്ചിട്ടന്നെ നോക്കുന്നത്. ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര
വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നസെന്റിന്റെ ആ രോഗത്തിന്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ. അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു തിരിച്ചു വരവ് എനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി എന്നെ ഉണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ. 2 കാര്യങ്ങളാണ് പുള്ളി എന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത്, എന്ത് ഘട്ടം വന്നാലും. അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല, പക്ഷെ നീ അവിടെ തീരുമാനം എടുക്കണം. ഒരു സ്ഥലത്തും കൈ നീട്ടാൻ അതിനൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ, ധൈര്യമായിട്ടിരുന്നു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ഒരു ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചത്. കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്നസെൻ്റ് നമ്മൾ ഒരുപാട് ഇവൻറ്റ് ചെയ്യുന്ന ആളാണ്. 50ാമത്തെ സിനിമ വർഷം ഇരിങ്ങാലക്കുടയിൽ ആഘോഷിക്കുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നു. പക്ഷേ അതുപോലൊരു യാത്ര ഇപ്പം അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ കേരളം കണ്ട ഒരു 4-5 യാത്രയപ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി. വളരെ വലുതായിരുന്നു, അത് പറ്റിയെടുക്കാൻ സാധിച്ചു. അതിനുവേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനെ ഒരു 5-6 ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ചേട്ടൻ എന്ത് തീരുമാനം എടുത്തോ അതാണ് തീരുമാനം, അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ടത് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ. ഇപ്പോഴും ഇന്നസെൻ്റിൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയോ? അതൊരു ഞാനും പല നമ്പറുകൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഇപ്പോഴും ഇന്നസെൻ്റ് ഇപ്പം പല കാര്യങ്ങൾ തീരുമാനങ്ങൾ അയ്യോ ഇന്നസെൻ്റ് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും. അപ്പോഴാണ് അയ്യോ ഇന്നസെൻ്റ് പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല. ചില സിനിമയിൽ പോയി ഇന്നസെൻ്റ് അഭിനയിക്കും, നമുക്ക് തന്നെ അറിയാത് ഭയങ്കര കുഴപ്പമാണ്, ഒരു രക്ഷയില്ലാത്ത പടം, മുഷേട്ടൻ അറിയ കഥ. അപ്പോൾ നമ്മൾ ഇന്നസെൻ്റ് ചോദിക്കുക എന്തിനാ ഇന്നസെൻ്റ് ആ പടത്തിൽ പോയി? അപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ മുകേഷ് പടത്തിൽ വെച്ച് എൻ്റെ തല ഒരു സ്റ്റാമ്പ് സൈസിൽ അടിയിൽ വരും. ഇത് കേരളം മുഴുവൻ എന്റെ പോസ്റ്റർ അല്ലടാ, ഓടിയില്ലെങ്കിൽ എന്താ പോസ്റ്റർ, ഞാൻ കാശ് കൊടുത്ത് അങ്ങനെ പോസ്റ്റർ അടിക്കാൻ പറ്റും. അങ്ങനെയും അതിനെ ഹ്യൂമറായിട്ട് കാണുന്ന ഒരാളാണ്. അമ്മയുടെ ഫ്ലൈറ്റ് പോയതിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ഇപ്പം ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് മുകേഷ് ചേട്ടനാണോ ഇന്നസെന്റ് ചേട്ടനാണോ പറഞ്ഞത്? അതായത് ആ ഫ്ലൈറ്റില് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ട്, നമുക്കറിയില്ല, മമ്മൂക്ക ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം ഈ ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിന്റെ TV പരിപാടി എന്താ കണ്ടപ്പോ പറഞ്ഞു, ദൈവമേ ഈ ഫ്ലൈറ്റ് എങ്ങാൻ കടലിൽ വീണ മമ്മൂട്ടി ഇന്നസെന്റും കൂടെ സിനിമയില് കുറെ നാള് കാശുണ്ടാക്കും. വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു, വാഴൂർ ജോസിന്റെ പേരും കൂടി മമ്മൂട്ടി ഇന്നസെന്റും വാഴൂർ ജോസും കൂടെ മലയാള സിനിമയിൽ കുറെ നാള് ഭരിക്കുന്നത് ചേട്ടനാണോ? നമുക്ക് കോളേജ് കുമാരനായിട്ട് റോള്, റൗഡിയായിട്ട് റോള്, വയസ്സനായിട്ട് റോള്, വേറെ ആരും ഇല്ലല്ലോ, എല്ലാരും ഒരു ഫ്ലൈറ്റില്. അല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആരാ പറഞ്ഞെന്നുള്ളത്. ഞാനത് ഇന്നസെന്റ് ചേട്ടനാണോ ചേട്ടനാണോ എന്നുള്ളത് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് 2 പേരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇന്നസെന്റ് ചേട്ടൻ ജോഷിച്ചേട്ടനോ? ജക്കാർത്തയില്. അപ്പൊ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾ 2 പേരെയും കൂടി ഒരു കമ്മിറ്റിക്കാരൻ വിളിക്കണത് എന്തിനാന്നുള്ള. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ഞങ്ങൾ 2 പേരും, അതായത് ഭൂകമ്പം എപ്പോഴും നടക്കുന്നൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിൽ വിശ്രമിക്കുകയാണ്. റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ സൈഡിലേക്ക് പോകുന്നു, അത് വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയായി പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇന്നസെൻ്റ് നോക്കിയതേ ഈ ബിൽഡിംഗ് ഒന്ന് ആടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നസെൻ്റ് നീയും ചാവും ഞാനും ചാവും, പിന്നെ എന്നെ അംഗീകരിച്ച് നടക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ഹ്യൂമർ, ഞാൻ പേടിച്ചിട്ടാ പറയണത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടാ ഇതാണല്ലോ കറക്റ്റ് എന്ന് തോന്നിപ്പോകും. അതായത് ഇതേപോലെ ഞാനും ഇന്നസെൻ്റ് ചേട്ടനും കൂടെ വെളി രാജ്യത്ത്, ഞങ്ങൾ വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 പേരും മാത്രം നിന്ന് കോമഡി പറയുക. അപ്പം ആൾക്കാരും ഭയങ്കര ആളും അന്ന് അവിടെ ഒന്നും അങ്ങനെ പ്രോഗ്രാം ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം 2 പേരെ മാത്രം വിളിച്ച് ഭയങ്കര കോമഡിയും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി. അവിടുന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഈ അവാർഡൊക്കെ ഈ എക്സസ് ബാഗേജിന് ലഗേജിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്തോ ചേട്ടാ ഇത് ഇവരിങ്ങനെ, അപ്പം അവിടെ ഇട്ടിട്ട് പോകുന്ന അവർക്ക് നടക്കേടാ, ഓരോരോ ക്ലബ്ബ് മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ഒരു സൂട്ട് കേസും ഉണ്ട്. ഞാൻ ആ കൂടെ ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ അകത്ത് ചേട്ടൻ്റെ അപ്പുറത്തെ റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നെന്ന് പറഞ്ഞ് ഈ വലിയ
ഇത്ര വലിയ ക്ലബിൻ്റെ ഇത്. അതിനകത്തൊരു സ്വർണ്ണ പതക്കമുണ്ട്. 4 എണ്ണത്തിനകത്തും സ്വർണ്ണ പതക്കമുണ്ട്. ഒരു പവനാ. അപ്പൊ നമ്മൾ ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ സ്വർണ്ണ പതക്കം എടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊന്നും കാണത്തില്ല, നമ്മൾ അതിന്റെ അടിയിൽ വലിച്ചു കയറി. ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധി, അതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 4 പതക്കത്തിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഒരു സംഭവം ഞാൻ ഓർത്തത്, അതായത് ട്രെയിനിലാണ് ഒരു സ്ത്രീ, കൊച്ചുകുട്ടി, ഭർത്താവ്, പിന്നെ ഇവരുടെ ഒരു റിലേറ്റീവ് സ്ത്രീയുണ്ട്. ഞാനും ഇന്നസെന്റ് ഏട്ടനുണ്ട്. ഇന്നസെന്റ് ഏട്ടൻ ഇവരെ കയറി മുട്ടി, അത് എന്താ അവരുടെ പേര്, ഇവിടെ പേര്, എന്താ ചെയ്യുന്നു അവിടെ. അപ്പോൾ ഇവരുടെ നാട്ടിൽ ആരെയോ പുള്ളിക്കാരനറിയാം. അപ്പോൾ അയാളുടെ ചരിത്രമൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കും. നടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കോമഡിയിലേക്ക് കയറി. അപ്പം ഹസ്ബൻഡ് സിഗരറ്റ് വലിയായിട്ടൊക്കെ വെളിയിൽ നിൽക്കുക. അപ്പോൾ ഇവർ ചെറുപ്പം സ്ത്രീയാണ്, കൊച്ചുകുട്ടിയും പിന്നെ അനിയത്തി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കോമഡിയുടെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇപ്പം ഞാൻ കേട്ടിട്ടില്ലാത്ത കഥയാണ്. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു പുള്ളി അങ്ങനെ ഫുൾ ഫ്ലഡ്ജ് നിന്ന് ഇനി ക്ലൈമാക്സോടെ ഉള്ളൂ. അപ്പം ഹസ്ബൻഡിന് എന്തോ ഒരു ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇയാള് ഭയങ്കര സ്കോറിംഗ്. അപ്പൊ ഹസ്ബൻഡ് അവിടെ എന്തുണ്ട് വൈഫിന് നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോയി. പിന്നെ അനിയത്തി കൊച്ചുകുട്ടിയും ഈ മോളും മാത്രമേ ഉള്ളൂ അവിടെ. വരുന്നില്ല, ഒരു ടൈം കഴിഞ്ഞിട്ടും ആ സ്ത്രീ വരുന്നില്ല. എനിക്ക് ഈ കഥയുടെ ക്ലൈമാക്സ് അറിയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നിട്ട് എന്തായി? നിന്നൊക്കെ അറിയാനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പെർഫോമൻസ് ചെയ്ത്? ആ ക്ലൈമാക്സ് ഒന്നും ഇല്ല, പോയിന്റെ പാട്ട്. ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ എന്റെയൊക്കെ ഒരു വില ഇത്രയുള്ള. നമ്മളിപ്പോ നിർമ്മാണം, അഭിനയം എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നസെന്റ് ഏട്ടൻ അത്യാവശ്യം സിനിമകളിൽ പാടുകയും പാടിയ മിക്ക പാട്ടുകൾ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഏറ്റവും കല്യാണരാമനിലെ പാട്ടെടുത്താലും, കുണുക്കു പെൺമണിയെ എന്ന് പറയുന്ന ഗാനം എടുത്താലും, ആനച്ചന്തം എടുത്താലും, ഗജകേസരി യോഗത്തിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതാ ആനച്ചന്തം, ഗണപതി മേളച്ചന്തം സ്റ്റേജിലും പാടിയിട്ടുണ്ട് പുള്ളി. സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. സ്റ്റേജ് ഷോയില് അദ്ദേഹം അവതരിപ്പിച്ച കഥാപ്രസംഗമൊക്കെ എത്ര നാളില് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓലയാൽ മേഞ്ഞൊരു അത് നമ്മള് അടുത്തൊരു ഷോയില് ലാസ്റ്റ് ഇന്നസെന്റ് നല്ല സജീവമായിരുന്ന സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്ന് ആലോചിച്ചു. ഇന്നസെന്റൻ പറഞ്ഞിട്ടാ അത് ഇപ്പോഴത്തെ ജനറേഷനെ ഏൽക്കും സംശയം പറഞ്ഞ് നമ്മള് വിട്ടതാണ്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദിച്ചന്തം, ഹിന്ദിച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദിച്ചന്തം, ഹിന്ദിച്ചന്തം, ആവോ 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 ജാവോ ജാവോ ജാവോ. അപ്പം ജോഷി ചേട്ടാ, ഓക്കെ, നമ്മുടെ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയിൽ ഈ ഒരു ഓണക്കാലത്തിന്റെയൊക്കെ തിരക്കുകളുടെ ഇടയിലാണെങ്കിലും വന്നതിൽ പങ്കെടുത്തതിൽ ഹൃദയപൂർവ്വം ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഓർമ്മയിൽ നിന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇന്നസെന്റിന്റെ കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. മാത്രമല്ല, ഞാൻ ജനിച്ച ഡേറ്റ്, അതായത് ഫെബ്രുവരി 28 തന്നെയാണ് ഇന്നസെന്റിന് ജനിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇത്രയും വർഷക്കാലം ഇന്നസെന്റിന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പ്രണാമം. ഓക്കെ, ആയിക്കോട്ടെ ജോഷി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇനി ഇന്നസെന്റ് ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ വേദിയിൽ എത്തേണ്ട ഒരാൾ, ഇന്നസെന്റ് ഏട്ടന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ. അത് വ്യക്തി ജീവിതത്തിലും സിനിമയിലും ഇന്നസെന്റ് ഏട്ടൻ നിർമ്മിച്ച എത്രയോ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം നിർമ്മാണ പങ്കാളിയായിരുന്ന ഒരാൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളി.
പിഷാരടിന്റെ അടുത്ത് ചോദിച്ചില്ലേ എന്നാണ് ഇന്നസെന്റ് ഏട്ടനെ ആദ്യം കാണുന്നെന്ന്. ആ. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഡേവിഡ് കാച്ചപ്പള്ളിയും കാണുന്നത്. ആ. തിരുവനന്തപുരം കീർത്തി ഹോട്ടലില്. ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസർമാരായിട്ട് വിലസുകയാണ് അവിടെ. നമ്മളൊരു ചെറിയ സിനിമയുടെ അവിടെ അതിനുവേണ്ടി താമസിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇന്നസെന്റ് ഏട്ടനെ മാത്രമേ എനിക്ക് അറിയൂ, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അറിയാവൂ. പിന്നീട് ആരോ പറഞ്ഞ് അതാണ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്നത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ എപ്പോഴാണ് ഇന്നസെന്റ് ഏട്ടന് കണ്ടിട്ട് ഡേവിഡ് ഏട്ടന്റെ പരിചയം തുടങ്ങിയത്? ഏത് സമയത്താണ്? ഞാൻ മദ്രാസിൽ 72-ലാണ്. അപ്പോൾ രാമുകരിയാട് സാറ് ശോഭന പരിസ്ഥാൻ്റെ കൂടെ അവരെ കൂടെ നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ അവർ പടത്തിൻ്റെ വർക്ക് തുടങ്ങാൻ മുമ്പ് നൃത്തശാല, അതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് മോഹൻ, ഡയറക്ടർ മോഹൻ. ഇവരുടെ ഒരു 3 പേരാണ് കൂട്ടുകെട്ട്. മോഹൻ സാറ്, ഡേവിഡ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ. അപ്പം അങ്ങനെ അറിഞ്ഞപ്പോൾ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ മോഹനെ കാണാൻ വേണ്ടി ഞാൻ ഉമാ ലോഡ്ജിൽ പോകാറുണ്ട്. ഉമാ ലോഡ്ജ് മദ്രാസിൽ നിന്ന് ഫേമസ് ഹോട്ടൽ ഉമാ ലോഡ്ജാണ്. അവിടെ വെച്ചാണ് മോഹൻ പരിചയപ്പെടുത്തുന്നത് ഇന്നസെന്റിനെ. ഇരിയാനോടക്കാരനാണ്. സന്തോഷമായി സംസാരിച്ചു. പിന്നെ ഒരു അടുപ്പം കൂടുതൽ വന്നു ഞങ്ങൾ തൃശ്ശൂർ. ഇത് ഏത് വർഷമായിരിക്കും ഏകദേശം? 72. എപ്പോഴാണ് ഇന്നസെന്റ് ഏട്ടനായിട്ട് കൂടി ഒരു നിർമ്മാണം തുടങ്ങാൻ അത് തുടങ്ങി? ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 72 കഴിഞ്ഞ് പിന്നെ നെല്ല് ഷൂട്ടിംഗ് നേരത്ത് കാര്യമായിട്ട് സാറിൻ്റെ പടത്തിൽ ഇന്നസെന്റ് ഞാൻ കൂടെ കൂടി പ്രൊഡക്ഷൻ പറിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അതിൽ അഭിനയിക്കാൻ വന്നിട്ട് 40 ദിവസം ഫുഡ് അടിച്ച് ഇരുന്നല്ലാണ്ട് കഥ നമ്മൾ പറഞ്ഞോളൂ. കഥാപാത്രമൊന്നും കിട്ടിയിട്ടില്ല. അവസാനം ഒരു ഗ്ലാസ് ചായ ചോദിക്കുന്ന ഷോട്ട് മാത്രമുള്ള പടത്തില്ലേ. എന്നാലും അവൻ പറഞ്ഞു സമാനമായി 40 ദിവസം ഫുഡ് അടിച്ചില്ലോ, സ്വസ്ഥമായിരുന്നു. വിശാരടി, ഇവരുടെ ഒരു ലോകത്ത് ആരും ചെയ്യാത്തൊരു പേരാണ് ഇവരുടെ കമ്പനിക്ക് ഇട്ടറിയുക. എനിക്കറിയാം, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതായത് സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ശത്രു ഫിലിംസ്. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ശത്രു കമ്പൈൻസ് ശത്രു ഫിലിംസ് ആയിരുന്നു അല്ലേ? ആ പേര് ആരിട്ടതാ? അത് മോഹൻ, ഡോക്ടർ മോഹൻ. കാരണം ഇവര് എന്തെങ്കിലും അടിച്ചു പിരിയുന്നത് മോഹൻ സാറിന് മനസ്സിലായി. അതല്ല, മോഹൻ ആദ്യം അടിച്ച് പിരിഞ്ഞു. മോഹൻ എന്ന് വെച്ചാല് മോഹൻ ഡയറക്ട് ചെയ്ത ശാലിന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു പടം. അത് മിത്ര ഫിലിംസ് ആയിരുന്നു. അപ്പൊ അവര് വർക്ക് ബഹണ്ടായിട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ പടം തുടങ്ങുമ്പോ എന്ത് ബാനർ ഫിക്സ് എന്ന് വെച്ചപ്പോ ശത്രു ഫിലിംസ്. ശത്രു ഫിലിംസ്. ഈ ഇന്നസെന്റ് ഏട്ടനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഈ തീപ്പെട്ടി കമ്പനി തുടങ്ങിയ കഥകൾ പറയും, അല്ലെങ്കിൽ സിനിമ പിടിച്ച പൈസ പോയ കഥകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സക്സസ് സ്റ്റോറി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ വിട പറയും മുംബൈ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാണ്. വേണുചേട്ടന് അവാർഡ് കിട്ടിയിട്ടുള്ള പടമാണ് അല്ലേ? അതില് വേറെ രീതിയിൽ അഭിനയിച്ച പടം ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡേവിഡ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇന്നസെന്റ് ഇത്രയും എപ്പോഴും എല്ലായിടത്തും പോയി പൊളിഞ്ഞ സിനിമകളുടെ കാര്യം മാത്രം പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സക്സസിനെ പറ്റി പറയാത്തെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യം ഇന്നസെന്റ് എനിക്കറിയാൻ സംബന്ധിച്ചാല് ഞങ്ങൾ 5 വയസ്സില്ലാണ്ട് ആ സിനിമ എടുത്ത് തുടങ്ങിയതേ. ഞങ്ങൾ പ്രൊഡക്ഷൻ പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഫൈനാൻഷ്യൽസ് പരിചയമുണ്ടായിരുന്നു എനിക്ക്, ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങളിങ്ങനെ നല്ല സിനിമയ്ക്ക് വേണ്ടി അന്ന് ഞങ്ങൾക്ക് ആഗ്രഹം, നല്ല സിനിമ പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ മോഹനായിട്ട് ആദ്യം 2 പെൺകുട്ടിയും സിനിമ എടുത്തു ഞങ്ങൾ. അത് നന്ദകുമാരൻ. അത് ആ സമയത്ത് വലിയ അത്തരത്തിലൊരു കഥ സിനിമ പറയാൻ ആൾക്കാർ ഭയക്കുന്ന ഒരു കഥയാണ്. ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയാണ് അത് വന്നത് അല്ലേ? അതെ, ശോഭയാണ്. അനുപമ വൈഫ് അനുപമ. ആ പടം ഗണേഷ് കലാമന്ദിന്റെ കമ്പനി ഞാൻ പടം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥയുണ്ട്, അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. മോഹൻ ഡയറക്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലിയാണ് സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എടുത്തു, വീട്ടിൽ വന്നോ കഥ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മോഹൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കഥ കിട്ടി ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ പടം വർക്ക് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് അഭിനയിച്ചത്. മധുസാർ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ്റെ ചീഫായിരുന്നു ശ്രീകാനിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ. അങ്ങനെ പറയുമ്പോൾ ആ പടം ഹിറ്റായി. സെൻട്രൽ പിക്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നത്. അതിനുശേഷം മോഹൻ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻ ഡയറക്ടറായി. അപ്പോൾ നമ്മളാണ് 2 മിനിറ്റ് പ്ലാൻ ചെയ്തതൊക്കെ. പിന്നെ വാടക വീട്, സൂര്യദാഹൊക്കെ അഭിനയിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്നസെന്റ് ചെറിയ വേഷം അഭിനയിക്കുക. അന്ന് പോലെ ഞങ്ങൾ അടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഈ പടം തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. നീളക്കങ്ങൾ
ഇളക്കങ്ങൾ എടുത്ത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അതിന്റെ കൂട്ടത്തില് ആ ബാനറിലെ നല്ല ക്വാളിറ്റി എന്ന് പറയും. എല്ലാം നല്ല പടങ്ങളാണ്. ഇപ്പൊ ലേഖയുടെ പറഞ്ഞൊരു ഫ്ലാഷ് എല്ലാ നല്ല പടം ഓർമ്മയ്ക്കായി ഹിറ്റ് അല്ല 8 അവാർഡ് കിട്ടിയുള്ളൂ ഓർമ്മയ്ക്കായിക്ക്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ഓർമ്മയ്ക്കായി. ഓർമ്മയ്ക്കായി. എനിക്ക് തോന്നുന്നത് ഈ ഇന്നസെന്റ് ഏട്ടൻ ഈ തൃശ്ശൂര് ഭാഷാ പ്രയോഗം ഫസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു പടം ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന അതെ. പടമാണെന്ന് തോന്നുന്നു ഓർമ്മയ്ക്കായി. അല്ലേ? ഇളക്കങ്ങളും ഓർമ്മയ്ക്കായാണ് ഇന്നസെന്റിന്റെ. ആ ഭാഷാപ്രയോഗങ്ങൾ തുടങ്ങുന്ന പടങ്ങള്. അവിടുന്ന് ഇഷ്ടം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നിടം വരെയും എല്ലാ സിനിമകളിലും ഇന്നസെന്റ് ഏട്ടനില്ലേ നിർമ്മിച്ച എല്ലാ സിനിമകളിലും. അങ്ങനെ ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്നസെന്റ് സംസാരിച്ചു. നെടുമുടി ഉണ്ടായിരുന്നു പടം ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നെടുമുടി ഇന്നസെന്റാണ് സിബിനെ ഫിക്സ് ചെയ്തത്. ആ. നേരത്തെ വേണ്ടിയിട്ട് ഇഷ്ടം സിനിമ. ആ സിനിമ. അതെ. അങ്ങനെ കഥ അന്വേഷണം ലാസ്റ്റ് പല കഥയും നോക്കി ശ്രീനിവാസൻ വർക്ക് ചെയ്തു. ആരും ഒന്നും ശരിയായില്ല, കഥ കിട്ടിയില്ല. നല്ല കഥ വേണ്ട, നമ്മൾ ഒരു ഗ്യാപ്പ് ഞാൻ തിരിച്ചു വരായിരുന്നേ. ഉവ്വ്. അങ്ങനെ നോക്കുമ്പോഴാണ് കലൂർ രവികുമാറിന്റെ കഥ. കലൂർ രവികുമാർ. ആ കൂട്ടത്തിൽ അത് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കൂടി വർക്ക് ചെയ്തു. പക്ഷെ ആ ഇരിക്കാൻ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെടുമുടി, ഇന്നസെന്റ്, ദിലീപ്, ആ. സിബി ടീമായിട്ട് വർക്ക് ചെയ്തു. ആ. അപ്പം ഞാൻ 10 ദിവസമായിട്ടും സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അപ്പം എന്തോ ആവശ്യത്തിന് വേണ്ടി ദിലീപ് എവിടെ ഷൂട്ട് ചെയ്യാൻ പോണ കാരണം ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടി. ആ 10 ദിവസം കൊണ്ടാണ് ആ 10 ദിവസം സ്ക്രിപ്റ്റ് ഉണ്ടായത്. ഈ ഇന്നസെന്റ് ഏട്ടൻ ഇപ്പം നമ്മൾ പിന്നീട് നേരത്തെ മുകേഷ് ചേട്ടനൊക്കെ നമ്മളോട് പലതവണ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോയൊരു കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വലിയ വീഴ്ചകളൊക്കെ വരുമ്പം ഇന്നസെന്റ് ഏട്ടൻ അതിനെ വളരെ ചിരിച്ച മുഖത്തോടെ ഒരു അവനവനെ നർമ്മമാക്കിയിട്ടൊക്കെ പറയും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സിനിമ പൊളിഞ്ഞിട്ട് പൈസ പോയിട്ടൊക്കെ ഉള്ള ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ഇന്നസെന്റ് ഏട്ടനെ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഏ? ഇന്നസെന്റ് ടെൻഷൻ ഇല്ലല്ലോ. ടെൻഷൻലെസ് ആണ്. Tensionless ആണ്. അല്ല, ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിശക്തി അന്നും ഉണ്ടല്ലോ. ചില ബുദ്ധിശക്തിയൊക്കെ പിൽക്കാലത്ത് കുഴപ്പമായി വന്നത് ഒരു സിനിമയുടെ ചിത്രഗീതത്തിനകത്താണ്. നമ്മൾ അന്ന് ദൂരദർശന്റെ ചിത്രഗീതം ഉണ്ടല്ലോ, ഉണ്ട്. പഴയ പഴയ പാട്ടുകള്. പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിനകത്ത് എനിക്കൊന്ന് സത്യദേവന് മരണമുണ്ടോ എന്നുള്ള പാട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ ഇരിക്കുന്ന എല്ലാവരും പാവങ്ങള്, ഇന്നസെന്റ് ഏട്ടൻ ആ ക്യാമറ വരുമ്പോഴൊക്കെ ഇങ്ങനെ പൊന്തി നോക്കി പൊന്തി മറ്റുള്ളവരെ ഡോമിനേറ്റ്. ആ. പിന്നെ സ്റ്റാർ ആയപ്പോഴത്തേക്ക് ഇത് ചിത്രഗീതത്തിൽ വന്നു. അപ്പോഴാണ് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്ന് ബുദ്ധി കാണിച്ചാണ്, പക്ഷെ ഇപ്പൊ അത് പാരയായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ട്. നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ഇന്നസെന്റിനെ നമ്മൾ കാണുന്നത് നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലായിരിക്കും. ആദ്യമായിട്ട് അഭിനയിച്ചത് അതിലാണ് ഒരു പത്രക്കാരനായിട്ട് കോമഡി. അത് കഴിഞ്ഞാണ് നെല്ല് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നൃത്തശാലയിലാണ് വരുന്നത്. ഒരുപാട് സിനിമകളിൽ ഇന്നസെന്റിന്റെ ഒക്കെ ഒരുപാട് സിനിമകൾ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ള, മലയാളത്തിൽ ഒരുപാട് നല്ല ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, മനസ്സിനക്കരെ പോലെയുള്ള സിനിമകളിലെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള, എൻ്റെ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അഴകപ്പൻ സാറ് നമ്മളോട് രണ്ടുപേരും സംസാരിക്കും. മനസ്സിനക്കരയിലെ അദ്ദേഹം അതിൻ്റെ കെമിസ്ട്രി വിത്ത് ജയറാം, അച്ഛനും മകനും ഉള്ള കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ ഭയങ്കര ഹിറ്റായ ശേഷം കെ ബാലചന്ദ്ര സാർ ഒരു ദിവസം പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ വിളിച്ചു. ബാലചന്ദ്ര സാർ അഴകപ്പനെ കാണണമെന്നു. അങ്ങനെ ഞാൻ സാറെ കാണാൻ പോയി. സാറുടെ ഓഫീസിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അഴകപ്പൻ മനസ്സിനക്കരെ നിങ്ങൾ ചെയ്തില്ലേ, വളരെ മനോഹരമായ ഫിലിം. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നസെന്റ് ചേട്ടൻ്റെ കഥാപാത്രം. ആ പടം എനിക്ക് റീമേക്ക് ചെയ്യണം. ഉടനെ തന്നെ ഞാൻ പ്രൊഡ്യൂസർ സുബൈറെ വിളിച്ചു. ഇങ്ങനെ ബാലചന്ദ്ര സാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ പടം തമിഴിൽ ചെയ്യണമെന്ന്. അത് റേറ്റോണ്ട് സംസാരിക്കേണ്ട, കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്ര സാർ റെഡിയായി. ഒരു 15-20 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദ്രാസ് പോയപ്പം എന്നെ വീണ്ടും വിളിപ്പിച്ച് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്ന താമിരാൻ ഒരു അസോസിയേറ്റ്. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും പോയിട്ട് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ബാലചന്ദ്ര സാറുടെ കൂടെ വർക്ക് ചെയ്യുന്നില്ല മനസ്സിനൊക്കെ. അങ്ങനെ അതേപോലെ ഒരേ ഒരു ഡൗട്ട് ആ പടത്തിൽ എനിക്ക് ഒരു പേടിയാണ്. എന്താണ് അതിൽ ഇന്നസെന്റ് ചെയ്ത കഥാപാത്രം ആരാണ് തമിഴിൽ ചെയ്യും, യു ഹാവ് എനി സജഷൻ ചോദിച്ചു. ഞാൻ 1 മിനിറ്റ് ആലോചിച്ച് തമിഴിലെ ആര് ചെയ്യുന്നത് പല ആക്ടേഴ്സ് പേരും പറഞ്ഞു. അതൊന്നും ശരിയാവില്ല, ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യാൻ വേറെ ഒരാളില്ല, ഞാൻ അതുകൊണ്ട് ആ പടം ചെയ്യുന്നില്ല. ആ മനസ്സിനൊക്കെ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലിരിക്കട്ടെ, അത് തമിഴിലെ ചിറ്റയാക്കാൻ തന്നെ. കെ ബാലചന്ദ്ര പോലെ ഒരു ഡയറക്ടർ ഇന്നസെന്റ് ചേട്ടനെ പറഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ ഇന്നസെന്റ് ചേട്ടൻ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഞാൻ
ഇന്നസെന്റ് ചേട്ടനെ മാത്രമേ വിളിച്ചില്ല. കാരണം വിളിച്ചാൽ ഡെഫിനറ്റായി ട്രിവാൻഡ്രം വരെ വരും, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇത്ര യാത്ര ചെയ്യണം. അപ്പോൾ എൻ്റെ വൈഫും പറഞ്ഞു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാണ്. പക്ഷേ താലികെട്ടി എല്ലാം മുടിഞ്ഞോണ്ട് ഒരാൾ വന്ന് ഫ്രണ്ടിലെ സ്റ്റേജിൽ നിൽക്കുകയാണ്. എല്ലാവരും ഷോക്കായിപ്പോയി. ഇവിടെ ഞാൻ വിളിക്കാതെ വന്ന ഒരാൾ ഗസ്റ്റാണ്, ഞാൻ അറിയാൻ വന്ന് കല്യാണത്തിൽ വന്നതല്ല. മോനെ നിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്, നിൻ്റെ അപ്പൻ എന്നെ എന്തുകൊണ്ടാണ് ആ കല്യാണത്തിൽ വിളിച്ചില്ല, അതെനിക്ക് അറിയണം. അത് അറിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് വെച്ചു. ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. ഹോൾ ഓഡിറ്റോറിയം പൊട്ടിച്ചിരിച്ചു. കാരണം ഒരു ഹ്യൂമറായിട്ട് തന്നെ ആ വിളിച്ചില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് വളരെ ഹ്യൂമണായിട്ട് അവതരിപ്പിച്ചപ്പം ഭയങ്കര വേറൊരു മൂഡുണ്ടാക്കി ആ കല്യാണ വീട്ടിൽ. സോ ഇന്നസെന്റ് ചേട്ടൻ ഞാൻ പറഞ്ഞത് ഒരു ശരിയ സംഭവങ്ങളാണ്. ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളുണ്ട്. വി വർ മിസ്സിങ് ഹിം. ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം കഥ എപ്പോഴും ഒരു ആശയപരമായ കാര്യമാണ്. നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന പോലെയല്ല. അപ്പം കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആശയപരമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ? തർക്കങ്ങൾ പരിഹരിക്കാറുണ്ടോ? പിണങ്ങിയിട്ടുണ്ടോ? പിണങ്ങിയാൽ ആരാണ് ആദ്യം മിണ്ടുന്നത്? അല്ല, പിണങ്ങേണ്ട ആവശ്യം വന്നിട്ടൊന്നുമില്ല. അന്ന് കാലത്ത് ഞാനും മോഹനും കഥ സെലക്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് പതിവ്. അപ്പോൾ ഇന്നസെൻ്റ് കൂടി ഉണ്ടാവും. പിന്നെ ശരിക്കും ഇന്നസെൻ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ വേറെയാണ്. അന്ന് കാലത്ത് കോമഡി ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാ സിനിമകളും നല്ല സിനിമയൊക്കെ എടുത്തിട്ടുള്ളത്, എല്ലാം കുടുംബകഥകളും ഫാമിലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ബാബു പറഞ്ഞ മാതിരി ഇളവേള എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാക്കിയത് പത്മനാഭൻ്റെ കഥയല്ല സംഭവം പറയുന്നതല്ല. മധുസാറും മോഹനായിട്ട് ബാംഗ്ലൂർ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു, കാമറോദ് മോഹമൊക്കെ. അപ്പോൾ ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മധുസാറും മോഹനൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ത്രെഡ് പറഞ്ഞതാണ്. 4 ചെറുപ്പക്കാർ ലൊക്കേഷൻ പിക്നിക്ക് പോകണതാണ് സംഭവം. ആ പിക്നിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ചോദിച്ച് പോയിട്ട് അവിടെ ഒരു ജീപ്പ് അപകടത്തിൽ ഇവർ മിസ്സായി പോകുന്നതാണ്. ഒരാളെ കാണാനില്ല. അത് പിന്നെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാക്ക് മോഹനോട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഉമാലിയോളജി സംസാരിക്കും. അന്ന് സ്റ്റാർട്ടിങ്ങിലാണ്. ഞാൻ കൊള്ളാലും മോനെ ഐഡിയ കൊള്ളാലും നല്ല സാധനം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇടവേള ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് പത്മനാഭനോട് കഥ പറഞ്ഞത്. ത്രെഡ് മാത്രം പത്മനാഭൻ പറഞ്ഞു, ത്രെഡ് പറഞ്ഞാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പത്മനാഭൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് വെച്ചിട്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് പത്മനാഭനാണ്. ഇടവേള ബാബു എന്നുള്ള വരാൻ കാരണം ആ കഥ അത്ര നല്ല സബ്ജക്റ്റായിരുന്നു അന്ന് കാലത്ത്. ഇപ്പം അതിൻ്റെ വേറൊരു മോഡലാണ് മഞ്ഞുമേൽ ബോയ്സ് ഒന്നതൊക്കെ. അന്നത്തെ ഇത് 1982 ഇടവേള ഇറങ്ങുന്നത്. ഈ കാലത്ത് ഇറങ്ങിയ ഇടവേള തന്നെയാണ്. ഇടവേളയ്ക്ക് പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റാണ്. മോഹൻ സാറിന് ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ ഇപ്പോൾ ഇതിലാണ്. പക്ഷെ അദ്ദേഹം രണ്ടാമത് എടുക്കാൻ ആഗ്രഹിച്ചൊരു മുകേഷ് ചേട്ടനെ ബലൂൺ 81-ലല്ലേ? 82-ല്. അപ്പം മുകേഷ് ചേട്ടനും ഇടവേള ബാബുച്ചേട്ടനും ഒറ്റ കൊല്ലമാണ് ഹീറോ ആയിട്ട് വരുന്നത് സിനിമ വരുന്നത്. ലാലേട്ടനും മമ്മൂക്കും തൊട്ട് മുമ്പില് ലാല് 80-ലാ വന്നത്. അതെ അതെ. മമ്മൂക്ക 79-ല് 78-79-ലാണ് മമ്മൂക്ക വന്നിട്ടുള്ളത്. ഇന്നസെന്റ് പറയുമ്പോഴേ ഇന്നസെന്റ് നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ്. പക്ഷെ ഇന്നസെന്റ് നമ്മൾ അറിയാത്ത കുറെ ആൾക്കാരായിട്ട് ഭയങ്കര അടുപ്പാണ്. ഞാൻ അരവിന്ദൻ സാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട്, അദ്ദേഹത്തിന്റെ അങ്ങനെ പെരുമാറുന്നുള്ള ഒരു രീതി നമുക്കറിയാം. പക്ഷെ അരവിന്ദൻ സാറ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെന്റിന്റെ കോമഡി. അപ്പൊ അരവിന്ദൻ സാറ് സംസാരിക്കുന്നതേ വളരെ പതുക്കെ കുറച്ച്. പക്ഷെ ഇന്നസെന്റേട്ടും പറയുമ്പോൾ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരവിന്ദൻ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇന്നസെന്റേട്ടിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇന്നസെന്റിന്റെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഹിന്ദിയിൽ കുറേ നേരം ഇന്നസെന്റിന് ഭയങ്കര കാര്യം എനിക്ക്. അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ പല ആർട്ടിസ്റ്റ് നമ്മൾ ഹിന്ദിയിൽ പലണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ MP ആയിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഈ മാന്നാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ, കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടന്മാർ ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും. അപ്പൊ പലതും പറയാം. അപ്പം ഈ മാന്നാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘമൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതില് പരേഷ് ട്രാവൽ എന്ന് പറയുന്നത് പരേഷ് ട്രാവലാണ് ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്ന റോള് ചെയ്തേക്കുന്നത്. അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് MP ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റ് ഏട്ടനെ കാണുമ്പോൾ.
കാരണം പരസ്രാവിൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇന്നസെന്റ് ഏട്ടൻ കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും അവിടെ പോകുമ്പോൾ ആകെ അയാള് വരും, അയാള് വന്നാലും ഈ മാനാർമത്തായുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ എത്തുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്. അതാണ് ഇന്നസെന്റിന്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ് അങ്ങനെ. കാരണം നമ്മളിപ്പോൾ ഇന്നസെന്റിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചു എല്ലാവരെയും. വേറെ ഒരു ലാംഗ്വേജിലും അല്ല, മലയാളം പറഞ്ഞ് തന്നെ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഡേവിഡ് ഏട്ടാ, ഈ സിനിമകളിൽ എല്ലാത്തിനും ഇന്നസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിംഗ് വരിക, ഇന്നസെന്റിന്റെ ഒരു തിരക്കിന്റെ കണക്ക് വെച്ചിട്ട് എളുപ്പമല്ല എല്ലാ സിനിമകളിലും ഉള്ളിക്കൊള്ളിക്കാൻ വെച്ചു. ഒന്നെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്നസെന്റിന്റെ ഒരു പറ്റായ്മ ഡേവിഡിന്റെ പടത്തിലേക്ക് എത്താൻ? ഇല്ല ഡേവിഡ് പടം എടുക്കുള്ളൂ, വേറെ കാര്യം. അപ്പൊ അത് അവര് തമ്മിലൊരു കോംബോ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ ടീമായിരുന്നില്ലോ. അതേ കാലത്ത് ഇന്നസെന്റ് വന്ന് പിന്നെ നെടുമുടി ഇവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വന്നു. പിന്നെ ഭരത് ഗോപി ഞങ്ങളന്ന്. അപ്പോൾ ആ സെറ്റപ്പിൽ മോഹൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്നു, KGO ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു പറഞ്ഞ പേരില്ലേ, മോഹൻ സാറ്, ഭരതൻ സാറ്, KG ജോർജ്, ഒരു പരിധിവരെ മോഹൻ ഗോപി ഏട്ടൻ, ഈ വേണുചേട്ടൻ, രവീന്ദ്രൻ, ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാ. ചില തനത് മറ്റേ കല, കൊട്ട്, പാട്ട്, മേളം, സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലുള്ള ഈ കൂട്ടത്തിൽ ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റ് ഏട്ടനെ തോന്നാറുണ്ട്. അതാണ് പറഞ്ഞാണ് ആ ഇന്നസെന്റ് ഏട്ടൻ നമ്മൾ കാണുന്ന രീതിയില്ലാത്തൊരു ബന്ധങ്ങൾ വേറെയുണ്ട്. നമ്മൾ സ്ഥിരം ഇന്നസെന്റിനെ പറയാത്ത ബന്ധങ്ങൾ, അതൊക്കെ ഈ വലിയ തലത്തിലുള്ള എഴുത്തുകാരായിട്ട് ഇന്നസെന്റിന് നല്ല ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇന്നസെന്റ്, അത് അദ്ദേഹത്തിന്റെ ഒരു ആ ശൈലിയും പ്രസന്റേഷനാണ് അദ്ദേഹത്തിന്റെ. ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു വിദ്യ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ കാണാത്ത രീതിയിലൊരു വായനയും ഒരു ഭൗതിക തലത്തിലും ഇന്നസെന്റ് ഏട്ടനുണ്ടോ? അല്ലല്ല, ഇന്നസെന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ആരുടെ കൂടെയും പരിചയപ്പെടാനും അടുപ്പം വയ്ക്കാനും കഴിവ് പുള്ളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൂടാൻ കാരണം. എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉപദേശിക്കാനും അങ്ങോട്ട് പറയാനൊക്കെ പുള്ളി. അതിൻ്റെ ഒരു കഥയുണ്ട്, പണ്ട് ശശി തരൂരായിട്ട്, അത് പബ്ലിഷ് ചെയ്ത കഥയാണ്, പറഞ്ഞ കഥ. ശശി തരൂരായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് കണ്ട് ഇന്നസെന്റ് പുസ്തകത്തിന്റെ പ്രകാശനോ അത് അതർ ലാംഗ്വേജിലേക്ക് എന്തോ അത് ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിന് പോകുമ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി ഇന്നസെന്റ് ഒന്നും അറിയില്ല. വേഗം സത്യേട്ടനെ വിളിച്ച് അങ്ങനെ ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കി. അവസാനം പ്രസംഗിച്ച് ഇന്നസെന്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു. ശശി തരൂര് എനിക്ക് ഭയങ്കര ബഹുമാനത്തോട് കയ്യൊക്കെ കൊടുത്തുനിന്ന്. ഇന്നസെന്റ് പുസ്തകം പോലും വായിച്ചില്ല. പക്ഷെ അതാണ് ഇന്നസെന്റ് എന്നുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ അമ്മയുടെ തന്നെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിന് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി ഇന്നസെന്റ്. അല്ലെങ്കിൽ ഒന്ന് കുറച്ചിങ്ങനെ കള്ളാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊലിപ്പിച്ചോളൂ, നമ്മൾ ധൈര്യമായിട്ടിരിക്കാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ത്രെഡ് കിട്ടിയാൽ മതി ഇന്നസെന്റ്. ഈ ഒരു കാര്യം കൂടെ, ഈ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഇവരൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ തിലകേട്ടനും ഇന്നസെന്റ് ഏട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മരത്തിന്റെ മറവിൽ ജഗദീഷ് ഏട്ടൻ നിന്നിട്ട് പെട്ടെന്ന് ഒരാവശ്യമില്ലാണ്ട് ജഗദീഷ് ഏട്ടൻ അയ്യോ എന്നും പറഞ്ഞൊരു ഓട്ടോ ഓടുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇന്നസെന്റ് ഏട്ടൻ ഒരു ചാട്ടം ചാട്ടിട്ട് ദേ പോണു അവൻ എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയിട്ടാണ് ഇന്നസെന്റ് ഏട്ടൻ തിരിയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മള് ദേ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ചാടണ്ട, നിപ്പി ഫുൾ ചാടി തിരിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്നുവെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോ വലിയ നടന്മാരോടൊക്കെ ചോദിച്ചാൽ അത് അഭിനയത്തിന്റെ ഇതാണ്. കാരണം അയാളെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം. പക്ഷെ ഉള്ള സത്യം പറയാലോ, ഒരു സുഖം അത്ര. ഇതിന് വേറെ ഒരു സാധനവും ഇല്ല. ചാടിയപ്പോ എനിക്കൊരു സുഖം, ഇത് കണ്ടപ്പോ നിനക്കൊരു സുഖം, അത്രേ ഉള്ളൂ, വേറെ ഒരു സുഖമില്ലെന്ന് അത്ര ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയും വിട പറയും മുമ്പേയും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ രണ്ടുപേരും കൂടെ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ്. അവാർഡുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇന്നസെന്റ് എന്തെങ്കിലും സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഇന്നസെന്റും
വലിയ സന്തോഷം പറഞ്ഞ അവാർഡ്, ഞാൻ അവാർഡ് വാങ്ങിക്കുക, ഇന്നസെന്റ് ക്രിട്ടിക്സ് അവാർഡൊക്കെ ഇന്നസെന്റ് വാങ്ങിച്ചത്. ആ. അത്രയും അവാർഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇളക്കങ്ങളിൽ അവാർഡ് ഇന്നസെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ. അല്ല ശ്രുതിക്കുള്ള പെൺകുട്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലയയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ വലിയ ബഹുമതി കിട്ടിയ പടം അത്. കളക്ഷൻ മോശമാണെങ്കിലും എല്ലാവരും നല്ല പേരായിരുന്നു പടത്തിനൊക്കെ. ഞാനിപ്പം ഈ അവാർഡ് കിട്ടിയ കാര്യവും ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിന്റെ കാര്യമൊക്കെ ഒരു വരി ഈ പരിപാടിയിൽ ബോധപൂർവ്വം എടുത്ത് പറഞ്ഞു നിർത്തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുന്ന നിർമ്മാതാവ് അദ്ദേഹം തന്നെ വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം കുറച്ച് സിനിമയെടുത്ത് പൊളിഞ്ഞുപോയ ഒരു നിർമ്മാതാവായിട്ടാണ്. പല പ്രസംഗങ്ങളിലും അദ്ദേഹം നർമ്മത്തിലൂടെ അതാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല. മലയാളത്തിന്റെ വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള കാരണം 80s to 80 to 90 മലയാളത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ടാണ് ഞാനൊക്കെ കരുതുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഏറ്റവും നല്ല സിനിമകൾ എടുത്ത നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ്. അല്ല, ഇതിന് ആ കാലഘട്ടത്തിലാണ് നല്ല ഡയറക്ടർമാർ വന്നൊക്കെ. കൽപ്പനായനായാലും ഫാസ്റ്റ് എല്ലാ പടങ്ങളൊക്കെ വന്ന സമയത്താണല്ലോ കംപ്ലീറ്റ്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 80 മുതലാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവിടെ നമ്മൾ ഓർക്കുന്ന ഓരോ അതിഥികളെ കുറിച്ചും അവരുടെ ചിത്രം വെച്ച് ഇവിടെ വരുന്ന അതിഥികളുടെ ഒപ്പുവെച്ച് ഞങ്ങളൊരു ആൽബം തയ്യാറാക്കുന്നുണ്ട്. പരിപാടി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ആൽബം. നമുക്ക് ആ ആൽബം ഒന്ന് സൈൻ ചെയ്യാം, എപ്പിസോഡ് വൈൻഡ് ചെയ്യാം. താങ്ക് യു. ഒരു അഭിനേതാവായിട്ടും ഒരു വ്യക്തിയായിട്ടും നമുക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഇടപെടാനും അവരെയെല്ലാം പ്രചോദിപ്പിക്കാനും മാതൃകയാക്കാനും അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ അസാധാരണത്വം തോന്നിക്കാനും എല്ലാം പറ്റിയ ഒരു വലിയ ജീവിതമായിരുന്നു ഇന്നസെന്റ് ഏട്ടൻ്റേത്. അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കും. അടുത്ത അധ്യായത്തിൽ ഈ വേദിയിൽ നമ്മൾ ഓർക്കുക മറ്റൊരു മഹാപ്രതിഭയെ.